ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ധ്രുവിന്റെ പേരൻസ് ആണ്, ഡോക്ടർ വിനയ്, ഡോക്ടർ ഗോപിക. അപ്പം ധ്രുവ് ഇവിടെ വന്നു കഴിഞ്ഞുണ്ടായ ഡെവലപ്മെന്റ്സ് ബ്ലോസം വാലിക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. ധ്രുവിന്റെ ഒരു സാന്നിധ്യം തെറാപ്പിസ്റ്റുകൾക്കെല്ലാം, എല്ലാവർക്കും, സ്റ്റാഫിനെല്ലാം ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ധ്രുവ്. പ്രത്യേകിച്ച് ധ്രുവിന്റെ പേരൻസ് നമുക്ക് തരുന്ന ഒരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പൊ ധ്രുവിന്റെ ഇവിടെ വന്നു കഴിഞ്ഞുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഒരു വളരെ എന്താ പറയുക, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ കൂടുതൽ ഐ ഫീൽ വെരി പ്രൗഡ്. അതായത് ഇവിടെ വന്നു എന്നുള്ളതിൽ ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഇത്രയും കെയർ ചെയ്യുന്ന ഒരു കുട്ടി, എൻ്റെ കുട്ടി ഒരു വ്യത്യസ്തനാണ്, അവർക്ക് വേണ്ട അത്യാവശ്യം എല്ലാ കെയറും ഇവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 100% അല്ല, 100% സാറ്റിസ്ഫൈഡ് ആണ് എല്ലാത്തിലും. അത് പറയാൻ മെയിൻ കാരണം ഞാൻ എല്ലാ ആസ്പെക്ട്സും കണ്ടിട്ടുണ്ട്. എൻ്റെ മകന് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട്, ഞാൻ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് ആയുർവേദം പരീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളുടെ ഈ തെറാപ്പീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമൽ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. എല്ലാ കാര്യം ഞങ്ങൾ ശ്രമിച്ചു. പക്ഷെ അവിടെയൊക്കെ അവൻ ഐസൊലേറ്റ് ആവുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഇവിടെ ബ്ലോസം വാലിയിൽ വന്നതിന് ശേഷം അവൻ ഇൻ്റഗ്രേറ്റ് ആയി തുടങ്ങി നോർമൽ സൊസൈറ്റിയിലോട്ട്. എല്ലാം കൊണ്ടും ഒരു മിററിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തികച്ചും 100% ചേഞ്ചസ് ആണ് കണ്ടത്. സംസാരം വളരെ കുറവായിരുന്നു, വളരെ വേർഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നന്നായി സംസാരിക്കും. എന്നതിൽ ഒട്ടും എഴുതില്ലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അതൊക്കെ മാറി പുള്ളി എഴുതി തുടങ്ങി നന്നായിട്ട്. പിന്നെ ഇൻട്രാക്ഷൻ വളരെ, ഐ കോണ്ടാക്ട് ഒട്ടും ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഐ കോണ്ടാക്ട് ഏകദേശം ഒരു 80% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. തികച്ചും 80% പറയുന്നത് എനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. ഒരു കാര്യം ചോദിച്ചാൽ ആൾ ഉത്തരം പറയുന്നതും ആളുടെ ഡിമാൻഡ്സ് മുന്നോട്ട് വയ്ക്കുന്നതിലും പുള്ളി വളരെ വളരെ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട്. ആരോട് ചോദിച്ചാലും എന്താ പറയുക, ഈസ് എ നോർമൽ കിഡ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അച്ഛൻ്റെ ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദീസ് കിഡ്സ് അഡ്മയറബിൾ ആണ്, കംപ്ലീറ്റ്ലി അപ്രീഷിയേറ്റഡ്. ഞാൻ അതിലോട്ട് എത്രമാത്രം എന്നാലാവുന്ന രീതിയിൽ സഹായിക്കാനും ഞാൻ റെഡിയാണ്. കാരണം ഐ ഹാവ് നോട്ട് സീൻ എനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്രയും നന്നായിട്ട് ഇങ്ങനത്തെ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു ചെയ്യുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയിട്ടുണ്ട്, അവിടെ ഒന്നും ഈവൻ ഗവൺമെൻറ് സെക്ടറിൽ പോയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ആയുർവേദം ശ്രമിച്ചു, ഇപ്പോൾ ഹോമിയോ മരുന്നുണ്ട്, അലോപ്പതിയും ശ്രമിച്ചതാണ്. പക്ഷെ അതൊന്നും എൻ്റെ മകന് അത്ര എഫക്റ്റീവായില്ല. ബ്ലോസം വാലി ഡിഡ് മിറാക്കിൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിന് മേലിൽ, 1.5 വർഷം അടുത്താവാറായി. പക്ഷേ ആ 1.5 വർഷത്തെ ഒരു വ്യത്യാസമല്ല മോനിൽ കാണുന്നത്. മോനിൽ കാണുകയാണെങ്കിൽ ഞാനിപ്പം തെറാപ്പി ചെയ്യാൻ തുടങ്ങിയിട്ട് 2-2.5 വർഷമായി എങ്കിൽ പോലും ഈ 1.5 വർഷം എന്ന് പറയുന്നത് എനിക്കൊരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് തന്നിരിക്കുന്നത്. കാരണം അന്ന് അവൻ എങ്ങനെയായിരുന്നു എന്നിവിടെ എല്ലാവർക്കും അറിയാം. കാരണം അവൻ കുറച്ച് മാറി നിന്ന്, അല്ലെങ്കിൽ ഒന്നിലും ഇടപെടാതെ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇടപെടുന്ന രീതി അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം എല്ലാ തെറാപ്പിസ്റ്റും, എസ്പെഷ്യലി എല്ലാവരുടെ പേരും ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാവരും അതിൽ നല്ലൊരു ഭാഗം പങ്കെടുത്തിട്ടുണ്ട്. കാരണം അവൻ്റെ ആ ഒരു ഇപ്പം പറഞ്ഞ പോലെ ഐ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, എഴുതുന്ന കാര്യമായിക്കോട്ടെ, അവൻ എല്ലാ നോളജും ഉണ്ട്. പക്ഷെ അവൻ അത് പുറത്തേക്ക് എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ അവൻ്റെ സ്കില്ല്, ഇവിടെ അവൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇവിടെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സത്യമായിട്ടും ആ സ്കില്ല് കണ്ടുപിടിക്കാൻ തന്നെ ഞങ്ങൾ കുറച്ച് നാളെടുത്തു. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൽ നമുക്ക് വലിയ നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതെങ്ങനെ വേണം, ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി അത് മുന്നോട്ട് കണ്ടുപിടിക്കാനായിട്ട് ശരിക്കും അതൊരു വലിയൊരു ഹെൽപ്പായിട്ടുണ്ട്. അതിൽ എനിക്ക് ബ്ലോസം വാലിയോട് വളരെയധികം നന്ദിയുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കുട്ടികളുടെ സ്കില്ല് കണ്ടെത്തി അതിലേക്ക് തിരിച്ചു വിടണമല്ല, പഠിപ്പിലല്ല എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ അതിലെനിക്ക് വലിയൊരു നന്ദിയുണ്ട്, അത് അച്ഛനോടാണെങ്കിൽ പോലും. ഇവിടെ വരുന്ന ഓരോ കുഞ്ഞുങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണ്. പ്രത്യേകിച്ച് ഓരോ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ ആത്മാർത്ഥമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വന്തം മക്കളെ കാണുന്നത് പോലെ കണ്ട് ചേർത്ത് പിടിച്ച് നൽകുന്ന ഈ ഓരോ തെറാപ്പികളും അവരിൽ വരുന്ന മാറ്റങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരോടും ഒത്തിരി നന്ദി, പ്രത്യേകിച്ച് എല്ലാ തെറാപ്പിസ്റ്റുകളോടും താങ്ക് യു സോ മച്ച്.